സാർ, ഈ ഇല്ലത്ത് നിന്ന് ഇറങ്ങി എന്നാൽ അമ്മ തൊട്ടെത്തിയില്ല, ഇങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. CPM വിട്ട അൻവറിന് ഇപ്പോഴിതാ UDF പ്രവേശനം കൊടുക്കുന്നില്ല എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. അൻവർ എന്ത് ചെയ്യും സാർ? ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? തൃണമൂൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയുണ്ടോ? അൻവർ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം. നോക്കൂ, ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച പശ്ചിമേഷ്യയിൽ സിൻവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നീറ്റായിട്ട്. അതെ, 2 സിൻവർമാരുണ്ടായിട്ട് അവരുടെ കാര്യത്തിൽ ഇസ്രായേൽ ഒരു തീരുമാനം ഉണ്ടാക്കി. ഇവിടെ ഇന്ന് വരെ അൻവറിൻ്റെ കാര്യത്തിൽ UDF ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്തോന്ന് UDF കൺവീനറായ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇടങ്കോലിട്ട് നിൽക്കുന്നതെന്നാണ് അൻവർ ആരോപിച്ചത്. ഏതാൾ ഇടങ്കോലിട്ടാലും എന്താ, UDF മുന്നോട്ട് നയിക്കാൻ ഒരാളിനെ ഇവിടെ ചുമതലപ്പെടുത്തി വെച്ചിട്ടില്ലേ? സർവശക്തനാണെന്നും പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുക? അടൂർ പ്രകാശ് അയാൾ എന്ത് ചെയ്യുവാണെന്ന് ഈ നാറ്റിച്ച് ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ UDF ഇങ്ങോട്ട് പോയി ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു സഹതാപവും ഇല്ല. നിങ്ങളെ ജയിപ്പിച്ചു കൊള്ളാമെന്ന് യാതൊരു പ്രതിജ്ഞയും അവർ എഴുതി കൊടുത്തില്ല. ആർക്കും വാക്ക് കൊടുത്തില്ലേ? നിങ്ങൾ എന്തൊരു മര്യാദഘട്ട രീതിയിലാണ് ഈ പാർട്ടി പെരുമാറുന്നത്. കാര്യങ്ങൾ വളരെ അനുകൂലമാണ്, ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, മികച്ച സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടി. ആര്യടൻ ഷൗക്കത്ത് മോശക്കാരനല്ല, നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. എന്നിട്ടും UDFിലെയും കോൺഗ്രസിനുള്ളിലെയും ഈ പടലപ്പിണക്കം, ഇതിനൊരു അറുതിയില്ലേ സാർ? എന്തൊക്കെ തമാശകളാണ് സംഭവിച്ചിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് വളരെ ജനങ്ങൾ ഒരു വെള്ളി തളികയിൽ വിജയം സമ്മാനിച്ചു വെച്ചിരിക്കുക. അതങ്ങോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് പിടിച്ചതുകൊണ്ടല്ല ഉന്തല്. എന്തൊരു വൃത്തികെട്ട കോമാളി രാഷ്ട്രീയമാണ് UDF നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ബോണസായിട്ടൊരു അൻവറിനെ കിട്ടി. അയാളെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് നിങ്ങൾക്കില്ലെന്ന് സമ്മതിച്ചു കൊടുക്കുക. അതെ, KPCC പ്രസിഡന്റ്, ഞാൻ പറഞ്ഞതല്ലേ അത്, KPCC പ്രസിഡന്റിനെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് മാറ്റരുതെന്ന് ഇപ്പം കണ്ടോ? വലിയൊരു റിയാക്ഷൻ കണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിനോട് എനിക്ക് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ശകലം വിഷമം തോന്നും, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല, ഞാനതങ്ങ് സഹിച്ചോളാം. പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടേ ഈ കൊടിമരം ഏന്തിക്കൊണ്ടും പെട്ടി ചുമന്നുകൊണ്ടും വെള്ളം കോരിക്കൊണ്ടും സിൽബന്തിയായിട്ട് നിന്നുകൊണ്ടും ത്യാഗം അനുഭവിച്ച കുറേ ആൾക്കാരുണ്ട്, ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അധികാരത്തിന് വേണ്ടിയല്ല നിങ്ങളെപ്പോലെ. താഴേക്കിടയിലുള്ള കുറേ കോൺഗ്രസ്സുകാർ ആ ഒരു വികാരം, കോൺഗ്രസ് വികാരമെന്ന് നിങ്ങൾ പണ്ടൊക്കെ പറയുമായിരുന്നല്ലോ, ഇപ്പം അത് മാറിയോന്ന് എനിക്കറിയില്ല. ആ കോൺഗ്രസ് വികാരം ഉള്ളിൽ പേറി നടക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട്. CPMൻ്റെ അടിയും പിടിയും ഒക്കെ പണ്ട് അവരാണ് കൊണ്ടിരുന്നത്, RSS വരുന്നതിന് മുമ്പ്, BJP വരുന്നതിന് മുമ്പ്. അവരെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് വിമ്മിട്ടപ്പെടുത്തരുത്, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. കാരണം അവരിൽ പലരും എനിക്ക് നേരിട്ടറിയാവുന്ന സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് പറയുക, ഈ കളി ഇവിടെ നിർത്തണം. അൻവറെങ്കിൽ അൻവർ, അൻവർ അല്ലെങ്കിൽ അല്ല, അതൊറ്റ തീരുമാനം ഉണ്ടാവും. ഒരു തന്തയ്ക്ക് പിറന്ന മക്കളായിരിക്കണം. എനിക്കങ്ങനെ പറയേണ്ടി വരുന്നു. പല തീരുമാനങ്ങൾ എടുക്കരുത്. തീരുമാനം ആരാ എടുക്കേണ്ടത്? പ്രതിപക്ഷ നേതാവൊന്നുമല്ല, KPCC പ്രസിഡന്റ്. അയാൾ എന്ത് ചെയ്യുക? സണ്ണി ജോസഫ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സണ്ണി ജോസഫെ നിങ്ങൾ എന്തിനാ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്? പിന്നെ പറയുന്നത് കേട്ടു DCC പ്രസിഡന്റുമാരെ എല്ലാം ശക്തരാക്കുന്നതെന്ന് അവിടെ അഹമ്മദാബാദ് ACC സമ്മേളനത്തിൽ തീരുമാനിച്ചു. എന്നിട്ട് എവിടെ ശക്തി? നിലമ്പൂർ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രസിഡന്റില്ലേ? അയാൾ എന്ത് ചെയ്യുന്നു? എല്ലാം ഇങ്ങനെ തമ്പുരാക്കന്മാരുടെ വിനീത ദാസന്മാരായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ആ ചാതുർവർണ്ണയ കാലത്തെ പാർട്ടിയാണോ കോൺഗ്രസ്? നിങ്ങളീ പറയുമ്പോൾ എന്ത് പ്രതിപക്ഷ നേതാവിന് എന്നിട്ട് ആ റോള്? പ്രതിപക്ഷമായി കഴിഞ്ഞ് ഇയാൾ MLA ആയിട്ട് വരുമ്പോഴല്ലേ റോളുള്ളൂ. അവിടെ നിന്നോട് ഇയാളെന്തൊരു അഭിപ്രായം പറയുന്നത്? ഇതിനൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് വേണ്ടേ? ഒരു സബ്ജക്റ്റ് വേണ്ടേ? ഒരു പ്രെഡിക്കേറ്റ് വേണ്ടേ? ഒരു കാര്യം വേണ്ടേ? ഒരു കാരണം വേണ്ടേ? ഇതൊന്നുമില്ല, എല്ലാവരും കയറി ഞാൻ അഭിപ്രായം പറയാം. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിരോധം തീർക്കാനുള്ള വേദി അല്ല. അൻവറിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കോൺഗ്രസിൽ 2 ചേരി രൂപപ്പെട്ടിരിക്കുകയാണ്. അതിലും 2 ചേരിയല്ല, രണ്ടാണെങ്കിൽ വേണ്ടുമില്ലല്ലോ, പല ചേരികളല്ലേ. ഇതിനപ്പുറത്തൂടെ വന്നിട്ട് കുറേ പത്രപ്രവർത്തകർ ചാനൽ അങ്ങോട്ട് എടുത്ത് വെക്കും, ചർച്ചയ്ക്ക് വേണ്ടി തുറന്നങ്ങോട്ട് വെക്കും, അവരുടെ സ്കോർ ഷീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതൊന്നുമല്ല, കോൺഗ്രസിനെ നന്നാക്കാനൊന്നുമല്ല. അതിലോട്ട് കയറിയിരുന്ന് ഇങ്ങനെ വിടുവായൻ തവളകളെ പോലെ കുറേ ആൾക്കാർ കയറിയിരുന്നോട്ട് അഭിപ്രായം പറയും. ഞാൻ വരില്ല എന്ന് അന്തസ്സായിട്ട് പറഞ്ഞുകൂടെ? അതോ അന്തിച്ചർച്ചയ്ക്ക് മോന്ത കാണിച്ചെങ്കിലേ പറ്റുമെന്ന് നിർബന്ധമുണ്ടോ? ഇതിന് അൻവർ, ഹൂ ഈസ് അൻവർ? അയക്ക് തലയ്ക്ക് സ്ഥിരതയുണ്ടോ? മനോനില പരിശോധിക്കണം. തൻ്റെ ഇടമായിട്ട് പറയാനുള്ള കഴിവാണ്. അൻവർ എന്ന് കാണുമ്പോൾ കുറേ ക്യാമറയും മൈക്കുമായിട്ട് അയാളുടെ പുറകെ പോവുക. നിങ്ങളാണ് ഇത് വളർത്തി വഷളാക്കിയത്.
ഏതോ വ്യവസായ സാമ്രാജ്യത്തിൽ പണം ഇട്ടിട്ടുള്ള ഒരു അഹങ്കാരിയെ, പണത്തിൻ്റെ അഹങ്കാരവും കൊണ്ട് പേറി നടക്കുന്ന ഒരാളിനെ നിങ്ങൾ രാഷ്ട്രീയക്കാരനായാൽ എങ്ങോട്ടല്ല ഓടുന്നത്? കോൺഗ്രസിൽ നിന്ന് നേരെ തിരിച്ച് LDFിലേക്ക് വന്നു. പറഞ്ഞു തരട്ടെ. LDFിലേക്ക് വന്നു. LDFിൽ ഞാൻ അങ്ങോട്ട് പോയി കളയും, ഇങ്ങോട്ട് പോയി കളയും, DMKയിലേക്ക് പോകുന്നു. അങ്ങോട്ട് അടുപ്പിക്കുക പോലും ചെയ്തില്ല. DMKയിൽ നിന്ന് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു, TMCയിലേക്ക് പോകുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞാൻ TMCയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ മത്സരിക്കും. എന്നാൽ പിന്നെ നേരത്തെ ഇത് പോരായിരുന്നോ? ഈ നിലമ്പൂരിൽ മത്സരിക്കും, ഇവിടെ മമതാ ബാനർജി വരും. ഇത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത്, പണ്ടൊരു മുദ്രാവാക്യം കോളേജുകളിലൊക്കെ മുഴക്കിയിരുന്നു, താരകേശ്വരി സിൻഹ വന്ന് താടക നൃത്തം ചെയ്താലും KSU തന്നെ ജയിക്കുമെന്നും പറഞ്ഞൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞല്ലോ. മമതാ ബാനർജി വന്ന എന്ത് ചുക്ക ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? മുർഷിദാബാദിലും മറ്റും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഇവിടെ വലിയ അംഗീകാരം കിട്ടുമെന്നാണോ അൻവർ കഴിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടൊരു അമ്പലം പണിഞ്ഞതുകൊണ്ട് അവർക്ക് വലിയ വലിയ അംഗീകാരം കേരളത്തിലുണ്ടെന്നോ? ഇന്ത്യനിപ്പുറം മമതാ ബാനർജിക്കുമില്ല, ഒരു സ്ഥാനമില്ല. മനസ്സിലാക്കൂ അൻവറെ, രാഷ്ട്രീയം ആദ്യം പഠിക്കൂ. പണം ഉണ്ടാക്കാൻ പഠിച്ചാൽ പോരാ, പരിസ്ഥിതിയെ നശിപ്പിക്കാൻ പഠിച്ചാൽ പോരാ, രാഷ്ട്രീയ ധാർമ്മികതയില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ പഠിച്ചാൽ പോരാ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പഠിച്ചാൽ പോരാ. രാഷ്ട്രീയം പഠിക്കണം. ഇന്ത്യനിപ്പുറത്ത് വന്ന ഒരു സ്വാധീനമില്ല. ഏതവൻ വന്നാലും ശരി, തൃണമൂൽ കോൺഗ്രസിൻ്റെ. അത് മനസ്സിലാക്കൂ നിങ്ങൾ. നിലമ്പൂരി വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവർ 40 MLA കൊണ്ടുവരുമെന്ന്, 40 മന്ത്രിമാരെ കൊണ്ടുവരുമെന്ന്, 40 MLA കൊണ്ടുവരുന്നത്. ആ മമതാ ബാനർജി കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വോട്ട് കൊടുക്കാനിരിക്കുന്ന അത്ര രാഷ്ട്രീയ നിരക്ഷരരാണോ കേരളത്തിലെ ആളുകൾ? നിങ്ങൾ അപമാനിക്കുകയാണോ? മമതാ ബാനർജിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സാരിയെ തൂങ്ങി പോകുന്ന ആൾക്കാരാണോ കേരളത്തിലെ രാഷ്ട്രീയക്കാർ? എങ്കിൽ പിന്നെ താരകേശ്വരി സിൻഹ അതിനേക്കാളും വലിയൊരു ഗ്ലാമറുള്ള ആളായിരുന്നല്ലോ. പോയോ അവരുടെ പുറകെ? പോയിട്ടില്ല. അപ്പോൾ സംഘടനാ കോൺഗ്രസിൻ്റെ ആളായിരുന്നു അന്ന് ആ കാലത്ത് അവർ. അപ്പോൾ അതുകൊണ്ടൊന്നും കേരളത്തിലെ പ്രേം നസീർ ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചു സംസ്ഥാനമാണ്. ഞങ്ങളെ ആക്ഷേപിക്കരുത് അൻവറെ. നിങ്ങൾ ഈ CR ലൈനിലൊക്കെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ പറ്റി കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ വിഡ്ഢിയാക്കാൻ ചെയ്യാൻ. പിന്നെ പുള്ളി ഇരുന്ന് എന്തൊക്കെ എന്നെ കത്രിക പൂട്ടിട്ടിരിക്കുന്നു, ഞാൻ കാല് പിടിക്കാൻ ചെന്നപ്പോൾ പുറം കാലുകൊണ്ട് തൊഴിച്ചു. ആരാ എൻ്റെ ഉത്തരവാദിത്വം? ഞങ്ങൾ വല്ലതും പറഞ്ഞു നിങ്ങളിങ്ങനെ പാർട്ടി മാറി പോവാൻ? മുഖ്യമന്ത്രിയെ പറ്റി തൊട്ടാലറയ്ക്കുന്ന നുണകളെല്ലാം പറഞ്ഞാണെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? നിങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടോ? ക്രെഡിബിലിറ്റി ഉണ്ടോ? നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ VD സതീശനെ കുറിച്ച് പറഞ്ഞു 150 കോടി രൂപ കൊണ്ടെന്ന് കർണാടകത്തിലിട്ടിരിക്കുക. നിങ്ങളുടെ എവിടെ തെളിവ്? നിങ്ങൾ അതിന് നിരുപാധിക മാപ്പ് ചോദിച്ചു. ഇങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ച് പിന്നെ അതിന് മാപ്പ് ചോദിക്കുക. നിങ്ങൾ ഇപ്പോൾ എടുത്ത നിലപാടല്ല നാളെ എടുക്കുക. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും ആൾക്കാർ? നിങ്ങളിനി നോക്കിയോ? ഈ രാഷ്ട്രീയമായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസ്യതയും സത്യസന്ധതയും തകർത്തതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ പോലും നിങ്ങളെ തിരസ്കരിക്കും. നിങ്ങളോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളെ തിരസ്കരിക്കും. അതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. പറഞ്ഞു. പക്ഷേ ഈ മുസ്ലിം ലീഗ്, പണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും എന്നെ ഉറച്ച പിന്തുണ നൽകി എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് അൻവർ പറയുന്നത്. ഈ മുസ്ലിം ലീഗ് ഇത്രയും ശക്തമായ പിന്തുണ കൊടുക്കുന്നെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അൻവറിനെ തിരസ്കരിക്കുന്നത്? തീരുമാനമെടുക്കേണ്ട ഏത് പാർട്ടിയാണ്? എന്തിനാണ് ഈ മുസ്ലിം ലീഗിന് ഇത് വിട്ടുകൊടുക്കുന്നത്? ഞാനതാ ചോദിക്കുന്നു. കോൺഗ്രസ്, നിങ്ങൾക്കൊരു അന്തസ്സില്ലേ? സ്ഥാനാർത്ഥിയാണേ മുസ്ലിം ലീഗിൻ്റെ ആണോ കോൺഗ്രസിൻ്റെ ആണോ? ഇത് കരുണാകരൻ എന്ന ലീഡറായിരിക്കണമായിരുന്നു. പോയി പണി നോക്കാൻ പറയും. മുസ്ലിം ലീഗ് അല്ല ഇവിടെ തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ അടുത്തോട്ട് പോയാൽ മുസ്ലിം ലീഗിനെതിരെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇത്രയും ഉദ്ദേശം കാണും, ജയിക്കണം. അപ്പോൾ അതിന് അവർക്ക് തീർച്ചയായിട്ടും ജയിക്കേണ്ടത് ഇപ്പം മറ്റാരെക്കാളും ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇവർക്ക് തോറ്റാലും പ്രശ്നമൊന്നുമില്ലേ മുസ്ലിം ലീഗിനെ? മുസ്ലിം ലീഗ് നേരെ LDFിലേക്ക് പോകും, ഒരു പ്രശ്നമില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന്. എന്നിട്ടും സഹിച്ചുകൊണ്ട് അവർ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ നോക്കുന്നു. അൻവർ അങ്ങോട്ട് പോയി. അപ്പോൾ അൻവറിനെ നിർത്താൻ വേണ്ടി ഒരു ഒത്തുതീർപ്പ് ശ്രമമേ ഉള്ളൂ. പക്ഷെ നിങ്ങളതും പറഞ്ഞുകൊണ്ട് എന്തിനാ VD സതീശനെ ഇതിൽ അഭിപ്രായം പറയിച്ചത്? എന്തിനാ? KC വേണുഗോപാൽ ഉണ്ടല്ലോ, അഭിപ്രായം പറയട്ടെ. KPCC പ്രകാശ് ഉണ്ടല്ലോ, സണ്ണി ജോസഫ് ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ പ്രശാന്തെ? സണ്ണി ജോസഫ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് പാവയായിട്ടിരുന്ന് അയ്യോ എന്നും പറഞ്ഞ് തൊഴുതുകൊണ്ടിരിക്കാൻ വേണ്ടി ഇരിക്കുക. തീരുമാനമെടുക്കാനുള്ള കഴിവില്ല കെ സുധാകരനെ പോലെ. കെ സുധാകരന് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. KPCC പ്രസിഡൻ്റായിരുന്നെങ്കിൽ അദ്ദേഹം ശക്തമായിട്ട് അവിടെ ഒരു തീരുമാനത്തിലെത്തിയേനെ. അതാണ് വ്യത്യാസം. സണ്ണി ജോസഫിന് അത് കഴിവില്ലാത്തത് കൊണ്ടാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സുധാകരൻ ഇവിടെ അഭിപ്രായം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ സുധാകരനായിരുന്നുവെങ്കിൽ ഈ ഒരു പരിതോവസ്ഥ അവിടെ വരില്ല. ശക്തവും ധീരവുമായ തീരുമാനം അദ്ദേഹം എടുത്തേനെ. വേറെ KC ഗവൺമെൻറ്റിലോ ഹൈക്കമാൻഡിലോ പോകേണ്ട ആവശ്യമില്ല, ജയിപ്പിക്കുകയും ചെയ്തേനെ. അങ്ങനെയാണ് തൃക്കാക്കരെ അദ്ദേഹം ജയിപ്പിച്ചത്, അങ്ങനെയാണ് പുതുപ്പള്ളിയിൽ അദ്ദേഹം ജയിപ്പിച്ചത്, അങ്ങനെയാണ് പാലക്കാട് എലപ്പുള്ളിയിൽ വൻ സ്കോർ നേടിയത് കോൺഗ്രസ്. തകർത്തത്, എൻ്റെ കോട്ട തകർത്തു, CPMൻ്റെ കോട്ട തകർത്തത്, പാലക്കാട് ജയിപ്പിച്ചത്.
എനിക്ക് പാലക്കാട്ടെ വിജയത്തിനേക്കാളും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നത് അവരുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ വന്ന് പ്രചാരണം നടത്തിയിട്ട്, മുഖ്യമന്ത്രി വന്ന് പ്രചാരണം നടത്തിയിട്ട് ആ നെടുങ്കോട്ടയിൽ പകുതിയിലേറെ വോട്ടുകൾ സ്ലാഷ് ചെയ്യാൻ അതെ 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 കഴിയുകയെന്ന് പറഞ്ഞാൽ അത് സാർ അവിടെ വാസ്തവത്തിൽ BJP സ്ഥാനാർത്ഥി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ജയിച്ചേനെ. വാസ്തവത്തിൽ അതെ, അത് സത്യം. പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടി ഗ്രാമം പിടിച്ചടക്കിയതുപോലെ വിജയം തകർത്ത് തരിപ്പണമാക്കിക്കളാണ് ആണ് അവിടെ വിജയിച്ചത്. അതാണ് കൊണ്ടാണ് CPM ജയിച്ചത്. മറ്റുള്ള വിജയങ്ങളെക്കാൾ എലപ്പുള്ളിയിലെ ആ തോൽവി, മഹനീയമായ തോൽവിയാണ് കെ സുധാകരൻ്റെ ഏറ്റവും കാലത്തെ, അദ്ദേഹമാണെന്ന് ഞാൻ പറയുന്നുണ്ട്, ഏറ്റവും നല്ല തിളക്കമാർന്ന വിജയമായിട്ട് ഞാൻ കാണുന്നു. ആ തോൽവിയാണ് എന്ന് പറയുന്ന പോലെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ള KPCC പ്രസിഡന്റിനെ മാറ്റി കിടന്ന് തമ്മിലടിച്ച് നാണക്കെടുക്കാണ്. ഇപ്പോൾ CPM ആഘോഷിക്കുക ഇത്. അതെ, CPM ഒരു വിശ്വാസവുമില്ലായിരുന്നു അവരുടെ സ്ഥാനാർത്ഥിയെ കിട്ടുമെന്നോ ജയിക്കുമെന്നോ. ഇപ്പം കിട്ടുമെന്നോ ഉറപ്പായി. അവരേകദേശം ജയത്തിൻ്റെ വക്കോളം എത്തിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാ ഒരു ചൊല്ലുണ്ടല്ലോ, പാദസാം നിജയം വാർന്നോടളവ് സേതു ബന്ധനോദ്യോഗം എന്തൊടു, മുഴുവനും വാർന്നു പോയിട്ട് എന്ന് മേപ്പോട്ട് നോക്കിയിരുന്ന് കരയുക മാത്രമേ കോൺഗ്രസ് കരണീയമായിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.